മോഹൻലാലും മമ്മൂട്ടിയും പോക്സോ കേസിൽ അകത്തു പോകാൻ പോകുന്നു. മോഹൻലാലിനെതിരെ 200ഓളം സ്ത്രീകളാണ് പീഡന പരാതി കൊടുക്കാൻ പോകുന്നത്. ഇത് അറിഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ പെട്ടെന്ന് അമ്മയുടെ സ്ഥാനത്ത് നിന്നും രാജിവെച്ചതെന്നും ഒക്കെയുള്ള വ്യാജ വാർത്തകൾ കൊടുക്കുന്ന കുറേ ചാനലുകളുണ്ട്. ഇവർക്കെതിരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു അവസരത്തിൽ മാക്സിമം കാശ് ഉണ്ടാക്കാം, ആർക്കെതിരെ എന്ത് തോന്നിവാസവും പറഞ്ഞ് കാശ് ഉണ്ടാക്കാമെന്നുള്ള രീതിയിലുള്ള ചില ചാനലുകളൊക്കെ ഓരോരോ വാർത്തകൾ അവർ ഈ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം തൊട്ട് മാക്സിമം ഒരുവിധപ്പെട്ട നടന്മാർക്കെതിരെ എല്ലാം എന്തൊക്കെ പറയാമോ മാക്സിമം ഒരാളെ ആക്ഷേപിക്കാൻ പറ്റുന്ന ഏതൊക്കെ രീതിയിലാണോ ആ രീതിയിലൊക്കെ അവർ വാർത്ത കൊടുക്കുകയാണ്. ഇപ്പം കുറ്റകൃത്യം എന്ന വാക്കിൻ്റെ ഒരു പര്യായം വരുന്ന ഒരു യൂട്യൂബ് ചാനലാണ്, ഒരു പ്രമുഖ യൂട്യൂബ് ചാനലാണ്, ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളതാണ്. ഈ പുള്ളി ഇരുന്നുകൊണ്ട് അങ്ങ് ഈ ഒരു പ്രശ്നം വന്ന ദിവസം തൊട്ട് തുടങ്ങിയതാണ്. പുള്ളിക്ക് വായി വരുന്നതൊക്കെ അങ്ങ് പറയുവാണ്. ഇപ്പോൾ ഇന്നത്തെ ഒരു വാർത്തയിൽ ഞാൻ കണ്ടതാണ്, മോഹൻലാലിനെതിരെ 200ലധികം സ്ത്രീകൾ പീഡന പരാതി കൊടുക്കാൻ പോകുന്നു. ഈ പുള്ളിയുടെ അടുത്ത് 200 പേര് എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ 200 പേരുടെ പരാതി കൊടുക്കാൻ പോകുന്നതെന്ന് പുള്ളിക്ക് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടാണോ കൊടുക്കുന്നത്? ചുമ്മാതെ അങ്ങ് വായി വരുന്നത്. ഈ പുള്ളി കൊടുക്കുന്ന വാർത്തകൾ ഒന്നും ഒരു അടിസ്ഥാനമില്ലാത്ത വാർത്തയാണ്. മമ്മൂട്ടിക്കും മോഹൻലാലിനെതിരെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു അവരെ. അതറിഞ്ഞുകൊണ്ടാണ് ഉടനെ മോഹൻലാൽ രാജിവെച്ചത്. എന്ത് വാർത്തയാണ് കൊടുക്കുന്നത്? നിങ്ങൾക്ക് പിന്നെ ഇങ്ങനെ ഒരു ഉളുപ്പ് വേണ്ടേ, ഒരു മനസ്സാക്ഷി വേണ്ടേ? ഒരു മനുഷ്യനെ അവൻ്റെ തേജോവധം ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് ഇവനൊക്കെ അവരുടെ മക്കളെ വളർത്തുകയാണെങ്കിൽ അതുങ്ങൾക്ക് പോലും ഒരു ഗതി ഉണ്ടാകത്തില്ല. ആ രീതിയിലുള്ള വെറും ഒരു മനസ്സാക്ഷിക്ക് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് വരുന്ന റിപ്പോർട്ടുകൾക്ക് അടിസ്ഥാനമായിട്ട് വാർത്ത കൊടുക്കുക. ഇതെന്ത് ഒരു മാധ്യമധർമ്മമാണ് ഇവനൊക്കെ കാണിക്കുന്നത്? ഇവനൊക്കെ മാറിയിരുന്നുകൊണ്ട് അവന് കാശുണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവർ നശിച്ചാലും സാരമില്ലെന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ്. വെറും കള്ളങ്ങൾ മാത്രം പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്.